ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുകയാണ്. മോനും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് അവൻ്റെ കാര്യം തന്നെയാണ് പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണാൻ പോയെന്ന് നിങ്ങളോട് എല്ലാവരോടും അവൻ പറഞ്ഞു, ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അവിടെ എന്താണ് സംസാരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവന് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ കുറേ പിടിവാശി പിടിച്ചിരിക്കുകയാണ്, സംസാരിക്കാതെ മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ മിണ്ടിക്കണം. അത് പോയിട്ട് എനിക്കത് നിങ്ങളോട് ഇപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഇരുന്ന് ആലോചിച്ച് എൻ്റെ തല തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 6-ാം തീയതി നമ്മൾ ഡോക്ടറെ കാണേണ്ട കുറച്ച് ടെസ്റ്റുകൾ ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട്, ടെസ്റ്റുകളൊക്കെ ചെയ്ത് കാണിക്കാൻ. അപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കാലാണ് കേട്ടോ, എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡോക്ടറിന് പറയാനുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ പ്രഭിന് വീഡിയോസൊക്കെ കാണും കേട്ടോ, അവൻ ലൈക്കൊക്കെ അടിച്ച് വിടുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം നമുക്ക് അങ്ങനെ എല്ലാം ഒന്നും കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം അവന് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പുറത്ത് കുറച്ച് ദിവസത്തേക്ക് ഇറക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അകത്തിരുന്ന് അവൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ആ റൂമും അവനും മാത്രമാണ് ഇപ്പോൾ. കുറച്ച് ദിവസത്തേക്ക് 6-ാം തീയതി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 6-ാം തീയതിയത്തെ ടെസ്റ്റിലെല്ലാം നല്ലപോലെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കണം. എക്സ്റേ ആണ് മെയിന്. നമ്മളെ കാലാണ്, സർജറി ചെയ്ത ആ ഭാഗമാണ് സാറ് എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്റേ ആണ് ഏറ്റവും പ്രധാനം. എക്സ്റേ എടുത്ത് കാണിച്ചിട്ട് ദൈവസഹായം നമുക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ടെസ്റ്റുകളൊന്നും വേണ്ടി വരില്ല. കാരണം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ MRI എടുക്കാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് MRI എടുക്കണമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ MRI നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം എക്സ്റേ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാം ചെയ്ത് കാണിക്കണം ഡോക്ടറെ. നല്ല സങ്കടത്തിലൊക്കെയാണ്, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ അവൻ ഹാപ്പിയാണ്. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് ഇടുന്നത്. വേറെ എനിക്ക് അങ്ങനെ ഞാൻ 6-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങളെ മുന്നിൽ ഈ ഒരു കാര്യം പറയണമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അവൻ്റെ നിർബന്ധവും അവൻ്റെ അവൻ ഭയങ്കര പിടിവാശിയാണ്. അവൻ ചില സമയങ്ങളിൽ അവൻ പറയുന്നത് പോലെ നമ്മൾ കേൾക്കണം. കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര വാശിയാണ്. പിന്നെ കരച്ചിലായി, പ്രശ്നങ്ങളായി, പിന്നെ വയ്യായ്മ കൂടി, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അവൻ സ്വന്തമായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതാണ് ഒരിക്കൽ. കാരണം ഞാൻ നല്ലപോലെ കരഞ്ഞിട്ടായിരുന്നു ഈ ജൂൺ മാസം 1-ാം തീയതി നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് ഇട്ടത്. നിങ്ങളുടെ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം ഞാൻ കണ്ടു. നല്ല രീതിയിൽ തന്നെ ദൈവത്തെ ഞാൻ അറിഞ്ഞു നേരിട്ട് കണ്ടതുപോലെയാണ് എനിക്കതിലൊരു നല്ലൊരു മാറ്റം ദൈവം തന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് പ്രാർത്ഥനയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒറ്റ കാര്യം തന്നെ എപ്പോഴും പറയുന്നല്ലോ ഇവർ, 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ തന്നെ പറയുന്നത് എന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ ഞാൻ കരയാതെ നിങ്ങളുടെ മുന്നിൽ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എങ്ങനെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പിടിച്ച് നിൽക്കുകയാണ്. എല്ലാവരുടെ മുന്നിലും പിടിച്ച് നിന്നല്ലേ പറ്റൂ. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം പ്രവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന പ്രവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് എന്ന പ്രാർത്ഥനയോടെ ഇരിക്കുക. 6-ാം തീയതിയത്തെ ടെസ്റ്റിൽ നമ്മൾ ജയിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. കാരണം അവൻ ആ ഭാഗത്ത് വേദനയൊന്നുമില്ല, സർജറി ചെയ്ത ഭാഗത്ത് വേദനയൊന്നുമില്ല. എന്നാലും ഡോക്ടർ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ അവൻ്റെ കൂടെ, വേദനയുണ്ടോ വേദനയുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഇല്ല. പക്ഷേ ഈ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു കുരു കാണുന്നുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ടെൻഷനാവുന്നുണ്ട്. ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ഒരു സിസ്റ്റമല്ലേ, അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന് നമ്മുടെ അരുമ്പാറ പോലത്തെ സംഗതിയാണ് നേരത്തെ, അതായത് ഇവന് ക്യാൻസർ വരുന്ന നമ്മൾ അറിയുന്നതിന് മുന്നേ ഇവൻ്റെ ശരീരത്തിൽ എടുത്ത് കാണിച്ചത്. അരുമ്പാറ എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ അരുമ്പാറ എന്ന് പറയും. അപ്പോൾ ഇതാണെങ്കിൽ 1 ആയി 2 ആയി അങ്ങനെ കൂടി 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 ഇവൻ്റെ കയ്യിലും ഒക്കെ കയ്യിലെ വിരലുകളുടെ ഇടയിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയെങ്കിലും സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടർ നമ്മുടെ പാറശാലയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളപ്പോൾ നേറ്റങ്കര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്തുകൊണ്ടൊന്നാ അറിയില്ല, അവിടെ അന്ന് ഡോക്ടർ വന്നില്ല. അപ്പോൾ പിന്നെ തിരിച്ചു പോയി വന്നിട്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വെളുത്തുള്ളി അരച്ച് കിടക്കുന്നതിന് മുമ്പ് കൈകളുടെ ഈ അരുമ്പാറ ഇരിക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഞാനത് കാണാനിടയായി. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, മക്കൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവനത് ഇഷ്ടമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ നിർബന്ധത്തിന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മാറ്റമാണ്, നല്ല റിസൾട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റും പോയി കേട്ടോ. ഒരു അടയാളം പോലും ഇല്ലാത്ത രീതിക്ക് അരുമ്പാറ കംപ്ലീറ്റും മാറിപ്പോയി. പക്ഷേ നമുക്ക് ഈ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ശരീരത്ത് ഈ ഒരു കാലിൻ്റെ ഭാഗത്ത് വേദന തുടങ്ങി. അങ്ങനെയാണ് ഇവന് വേദന തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, തെറ്റുണ്ടോ, കുറ്റമുണ്ടോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അതായിരുന്നു ഇവൻ്റെ ശരീരത്തെ ആദ്യം ക്യാൻസറുമായിട്ട് കാണിച്ച സിസ്റ്റം. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. ഇങ്ങനെ ക്യാൻസറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുരുക്കൾ കാണിക്കും, കളറൊക്കെ പോയി കാണിക്കും. പിന്നെ എനിക്കറിയായിരുന്നു. ഇപ്പോൾ ഒക്കെ കുറേശ്ശായിട്ട് അറിയാം കേട്ടോ. നേരത്തെ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇതാ 2 ദിവസത്തിന് മുമ്പേ ഞാൻ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് അവനൊരു ചെറിയൊരു കറുപ്പല്ല, ഒരു തരം ചുവപ്പും അല്ല, അങ്ങനെ ഒരു കളറുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. അവനത് പിച്ച് കളഞ്ഞെന്നൊക്കെ പറയുന്നു. ഉണ്ണി പോലെ ചെറുതായിട്ട് വന്നതാണ്. അവൻ പിച്ച് കളഞ്ഞെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവം നോക്കുന്നുണ്ട്, എല്ലാം ദൈവം കാണുന്നുണ്ട്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഒരിക്കൽ ഞാൻ എൻ്റെ മോന് വേണ്ടി സർജറി സമയത്ത് കാലിങ്ങനെ ഒരു സർജറി ചെയ്യാത്ത രീതിക്ക് നല്ല രീതിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ സ്ഥിരം പോവുമായിരുന്നു. അപ്പോൾ വെട്ടുകാട് പള്ളിയിൽ, തിരുവനന്തപുരത്തും വെട്ടുകാട് പള്ളിയിൽ ഞങ്ങൾ പോവുമായിരുന്നു. ഇപ്പോഴും ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പം പോയി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അന്ന് അവിടെ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ മോന് കാലിൽ ഇങ്ങനെ ഒന്നും വരല്ലേ, സർജറി നല്ല രീതിയിൽ അവൻ്റെ കാല് എന്നും നടന്നു തിരിയാനുള്ള ഒരു കാലമായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സർജറി ഇല്ലാത്ത രീതിക്ക് അവൻ്റെ അസുഖം പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി തരണമേ എന്നൊക്കെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് നിന്ന്. അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പോലും അറിയാതെ പറയാണ്, എന്തൊക്കെ ആയാലും അത് എൻ്റെ ഇഷ്ടമല്ല ദൈവമേ, അങ്ങയുടെ ഇഷ്ടമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു, നിറവേറ്റി തരികയാണ്. അപ്പോൾ അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് അവൻ്റെ സർജറി നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അറിയാതെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. തിരിച്ച് ഞാൻ വന്ന് ബൈബിളിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ബൈബിളും അതേ വചനമാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ ഇതാണല്ലോ അവിടെയും പ്രാർത്ഥിച്ചത്, എനിക്കിവിടെ കിട്ടിയതും ഇതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്തിനായാലും. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുകയാണ്. എന്തുകൊണ്ടും ദൈവം എനിക്ക് അനുകൂലമായിട്ട് തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മുന്നിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഉണ്ട് ഇനി. അപ്പോൾ എല്ലാം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല.
അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് ഊഹിക്കാം. പ്രവിൻ്റെ ഏജ് അല്ലല്ലോ നിങ്ങളുടെ ഏജ്, അതുകൊണ്ട് നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റും. നിങ്ങളെ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. അതുപോലെ എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ കാണാം.